മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡൽ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട പോർഷൻസ് ആയിരിക്കും നോക്കാൻ പോവുകയാണ്. അല്ല, ആദ്യമായിട്ട് നമ്മൾ നോക്കുക ടോർക്ക് എന്താ. ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്, വെക്ടർ പ്രോഡക്റ്റ് ആണ്. ആറിനും എഫിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരാക്കിയത് ടോർക്ക് ആക്കിയത്. അതായത് ആറ് എക്സ് ആക്സിസിലാണ്, ഫോഴ്സ് വൈ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഇസഡ് ആക്സിസിലായിരിക്കും. യൂണിറ്റ് പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് 1-2 വട്ടം ചോദിച്ചതാണ്. ന്യൂട്ടൺ മീറ്റർ. ടോർക്കിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. അടുത്ത ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. പ്രൂവ് ദാറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. പ്രൂവ് ദാറ്റ് ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം is equal to I into omega. ആംഗുലർ മൊമെന്റം is equal to moment of inertia into angular velocity omega. അടുത്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ നോക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ mi equal to mr², മാസ് ഇൻറ്റു ഏത് ആക്സിസിനെ ബേസ് ചെയ്താണോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിലേക്ക് മാസിൽ നിന്നുള്ള ദൂരമാണ് r എന്ന് സൂചിപ്പിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ equal to mr², അതായത് മാസം ധരിക്കും ഇത് ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിന്റെ ബേസിൽ കറങ്ങുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഇതിലേക്കുള്ള ദൂരം r ആയിട്ട് വരും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr² ആയിട്ട് വരും. ഓക്കെ അല്ലോ. അതാണ് റേഡിയസ് ഓഫ് ഡയറക്ഷൻ. റേഡിയസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതേ കൺസെപ്റ്റ് തന്നെയാണ്. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് മൊമെന്റ് ഓഫ് റേഡിയസ് ഓഫ് ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊരു ആക്സിസിന്റെ ബേസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇനി നമ്മൾ കറക്കാൻ എടുക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഏതൊരു ആക്സിസ് ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ആക്സിസ് ആണെന്ന് വിചാരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസ് ബേസ് നമ്മൾ കറക്കുന്നു വിചാരിക്കും. എന്നാൽ ആ ആക്സിസിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് കെ, റേഡിയസ് ഓഫ് ഡയറക്ഷൻ അർത്ഥമാക്കുന്നത്. നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്, നിങ്ങൾ ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ബേസ് ചെയ്താണ് നമ്മൾ കറക്കുന്നത്. എക്സ് എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ കറക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന ആക്സിസിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണ് ഈ ആക്സിസിന്റെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to m into r² പകരം എന്തായിട്ട് മാറും? k². വ്യത്യാസം k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്താണോ നിങ്ങൾ അതിനെ കറക്കുന്നത് ആ ആക്സിസിൽ നിന്ന് ആ കറങ്ങുന്ന വസ്തുവിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് k കൊണ്ട് സൂചിപ്പിക്കുന്നത്. റേഡിയസ് ഓഫ് ഡയറക്ഷൻ k equal to √I/m. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. കാരണം ആ ദൂരമല്ലേ നോക്കുന്നത്, ഈ ദൂരമല്ലേ, അതിന്റെ ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ. അപ്പൊ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അടുത്തായിട്ട് കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. ലീനിയർ കേസിൽ, ലീനിയർ മോഷന്റെ കേസിൽ ഹാഫ് mv² ആണ് എഴുതുന്നത്. ഇവിടെ ഹാഫ് I omega² വരുന്നു. ഒമേഗ ആംഗുലർ വെലോസിറ്റി. ദെൻ ടോ ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട് I alpha. ടോ ഈക്വൽ ടു I alpha. ആൽഫ മീൻസ് ആംഗുലർ ആക്സിലറേഷൻ. അപ്പൊ ടോർക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആക്സിലറേഷൻ എന്ന ഇക്വേഷൻ ടോർക്ക് ടോ ഈക്വൽ ടു I alpha. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സ്ഥിരം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. നമുക്കറിയാം ഈ ബാലൻസ് ആൻസർ, പിന്നെ ബാലൻസ് ആൻസർ നമ്മള് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് കറങ്ങൂലേ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേ കണക്കുള്ള ഡാൻസർ അവരുടെ ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അവരെ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവരിങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഡാൻസർ. പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ കറങ്ങി പോകുന്നത്, അതൊക്കെ ഈ ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റം ബേസ് പറയുന്നതാണ്. അതില് ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ആംഗുലർ ടോർക്ക് ടോ ഈക്വൽ നമുക്കറിയാം dl/dt ആണ് പറയുന്നത്. ടോർക്ക് ടോ ഈക്വൽ dl/dt ആണ് നമുക്ക് അറിയാം. അതായത് ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ആണല്ലോ. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനിലെ ടോർക്ക്, ട്രാൻസ്ലേഷൻ മോഷനിൽ അല്ലെങ്കിൽ ലീനിയർ മോഷനിലെ ടോർക്ക് അവിടെ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ട് വരും. അപ്പൊ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ആളാണ് ആരെന്നാണ് ടോർക്ക് എന്നുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ആ കൺസെപ്റ്റ് ആണ്.
ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഒന്ന് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോയുടെ വാല്യൂ കൊടുക്കുക, ടോർക്ക് 0 dl/dt. അതായത് റേറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 എന്നല്ലേ അർത്ഥം. ആംഗുലർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റ് തന്നെ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടല്ലേ ഡെറിവേറ്റീവ് 0 വന്നത് എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റ് കോൺസ്റ്റന്റ് അല്ലേ. ആംഗുലർ മൊമെന്റ് ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം, L = I omega അല്ലേ. ആംഗുലർ മൊമെന്റ് ഇക്വേഷൻ L = I omega. I എന്ന് പറഞ്ഞാൽ I = mr² അല്ലേ. mr² omega. mr² omega എന്താ പറയാ, ഒരു കോൺസ്റ്റന്റ് വരത്തില്ലേ. കോൺസ്റ്റന്റ് mr² omega കോൺസ്റ്റന്റ്. m ആരുടെ കോൺസ്റ്റന്റ് ആണ്. m ആരുടെ കോൺസ്റ്റന്റ് ആണ്. അതിന് വേറെ റോളൊന്നും ഇവിടെ ഇല്ല. പിന്നുള്ളത് ആരാണ്? പിന്നുള്ളത് R, പിന്നുള്ളത് ആരാണ്? ഒമേഗയാണ്. R എന്ന് പറയുമ്പോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ കൈ അകത്ത് നിർത്തുന്നത് വെച്ച്, കൈ അകത്ത് നിർത്തി കറങ്ങണം വെച്ചു. കൈ അകത്ത് നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരുടെ റേഡിയസ് കൂടും. കൈ അകത്ത് നിർത്തുന്ന സമയത്ത് റേഡിയസ് കൂടും. റേഡിയസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒമേഗ കുറയണം. എങ്കിൽ മാത്രമല്ല ഇതൊരു ഇതിന്റെ മൾട്ടിപ്ലൈ കോൺസ്റ്റന്റ് അല്ലെ. ഒരു റേഡിയസ് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ആര് കുറയണം, ഒമേഗ കുറയ്ക്കാൻ മാത്രമേ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുള്ളൂ. ഓക്കെ അല്ലോ. ഇനി അപ്പൊ റേഡിയസ് കൂടിയ ഒമേഗ കുറയും. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ കറങ്ങുന്ന ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ അല്ലോ. ഇനി അവർ വളരെ വേഗം കറങ്ങണം. റേഡിയസ് കുറയണം. റേഡിയസ് കൈ സ്ട്രെച്ച് ചെയ്തിരിക്കും. കൈ സ്ട്രെച്ച് ചെയ്ത് കറങ്ങുന്ന അവൻ നല്ല വേഗത്തിൽ കറങ്ങും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ റേഡിയസ് കുറയും. റേഡിയസ് പറയുമ്പോൾ ഒമേഗ എന്ത് ചെയ്യും, കൂടും. ഓക്കെ അല്ലോ. ഇത് എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. അത് ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ബാലറ്റ് ഡാൻസറിന്റെ അദ്ദേഹത്തിന്റെ ഏത് പ്രിൻസിപ്പിളാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇന്ന് നോക്കാൻ പോകുന്നത് റൊട്ടേഷൻ മോഷനിലെ വളരെ പ്രധാനപ്പെട്ട 2 തിയറംസ് ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ്. അതിൽ നോക്കുക, തിയറംസ് ഓൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബേസ് ചെയ്തിട്ടുള്ള തിയറമാണ് രണ്ടെണ്ണം. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, ദെൻ സെക്കൻഡ് വൺ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ചും ഒരു അൺനോൺ ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഈ 2 ക്വസ്റ്റ്യനും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു പ്രോബ്ലം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. പിന്നെ അതിന്റെ തിയറി എന്താണ് പാരലൽ ആക്സിസ് തിയറം, എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, എ പാർട്ട് അത്, ബി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ആയിരിക്കും. നമുക്ക് തിയറം എന്താണെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം. തിയറം നോക്കുക, ഒന്ന് പാരലൽ ആക്സിസ് തിയറം, മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പേര് പോലെ തന്നെ 2 പാരലൽ ആക്സിസിലാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ about an axis is equal to the moment of inertia of an axis passing through its center of mass plus mass into distance between the axis and the center of mass axis. അതായത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ആക്സിസ് ഇതാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആക്സിസിന് പാരലായിട്ടുള്ളതും സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്ലസ് ഈ ഓബ്ജക്റ്റിന്റെ മാസ് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിസ്, ദാറ്റ് ഈസ് I = ICM plus MA². ICM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസ് കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓബ്ജക്റ്റിന്റെ മാസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ R എന്ന് സൂചിപ്പിക്കുന്നത് ഈ 2 ആക്സിസ് തമ്മിലുള്ള ദൂരം. ഇനി അടുത്ത പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നോക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസ് നമുക്ക് വേണം. IX, IY, IZ. അങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ IX = IY plus IZ. മറ്റ് 2 പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ടല്ലോ, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സമ്മായി IX = IY plus IZ. എക്സാമ്പിൾ നോക്കൂ, നമുക്ക് IX ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൊടുക്കുന്ന X ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
പക്ഷെ നമുക്ക് കയ്യിൽ എന്തൊക്കെ വേണം? ഐ വൈയും വേണം, ഐ ഇസഡും വേണം. അങ്ങനെയാണ് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കൊടുക്കാൻ ഏത് സാഹചര്യം കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് വേണം. അതിൽ ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി രണ്ടും എന്തായിരിക്കണം? നോൺ ആയിരിക്കണം. ഇനി പാരലാക്സിസ് തിയറം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ് ഏതാണോ അതിന് പാരലായിട്ടുള്ളതും ആ പാരലായിട്ടുള്ള ആക്സിസ് ഏതിൽ കടന്നു പോകണം? സെന്റർ ഓഫ് ആക്സിസ് കടന്നു പോവുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാരലാക്സിസ് തിയറം ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിതിന്റെ പ്രോബ്ലത്തിൽ അടുത്തതായിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയില് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയിട്ട് ബോർഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാരലാക്സിസ് തിയറം പെർപെൻഡിക്കുലർ തിയറം എന്തായാലും പരീക്ഷ ചോദിച്ചിരിക്കും. അപ്പൊ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ശ്രദ്ധിക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ഓഫ് മാസ് m and radius r about its diameter is mr²/4. അതായത് ഒരു ഡയമീറ്ററിനെ ബേസ് ചെയ്തുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr². അതായത് ഒരു സർക്കിൾ വരച്ചു, അതിന്റെ ഡയമീറ്ററിനെ മാർക്ക് ചെയ്തു. അതിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് പറയുന്നുണ്ട്? mr²/4 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ about an axis through its center and perpendicular to plane. ഈ സർക്കിളിന് സെന്റർ കൂടെ പോകുന്നതും സർക്കിളിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള ആക്സിസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഡയമീറ്ററിന്റെ ബേസ് ചെയ്തുള്ള തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെന്ററിനെ ബേസ് ചെയ്തിട്ടുള്ളത്. സെന്റർ എന്തായിരിക്കണം? സെന്ററിലൂടെ പോകുന്ന ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സർക്കിളിലേക്ക് നമുക്ക് ഡയമീറ്ററിന്റെ ബേസ് ചെയ്ത സർക്കിളാണ്, ഡിസ്ക് ആണ് മനസ്സിലാക്കുക. ഡിസ്കിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയാം. അപ്പോഴേ ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഇതും ഡയമീറ്റർ ആയിരിക്കത്തില്ലേ? ഇങ്ങനെ വരയ്ക്കുന്ന ഡയമീറ്റർ ആയിരിക്കത്തില്ലേ? അപ്പോഴേ ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ളത് mr²/4 ആണെന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് mr²/4. അപ്പൊ ഇതും ഡയമീറ്റർ ആണെങ്കിൽ ഇത് എന്തായി? mr²/4 തന്നെ ആയിരിക്കത്തില്ലേ? അപ്പൊ ഇത് നമുക്ക് എന്തെടുക്കാം? mr²/4 എന്ന് എടുക്കാം. ഈ പോയിന്റ് ഇത് എത്രയാണ്? mr²/4 എന്ന് എടുക്കാൻ പറ്റും. ഇതും mr²/4 തന്നെയാണ്. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസ് നമ്മൾ കിട്ടും. ഇനി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇതിന് ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ട് പോകുന്നതും പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള എന്താണ് പിടിക്കണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ പിടിക്കണം. അപ്പൊ ആ ആക്സിസ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഇതുപോലെ പോകുന്നത്. അതായത് ഇത് നോക്കിയാണ് ഈ പ്ലെയിൻ 2 ഡയമീറ്റർ. ഇതിന്റെ സെന്റർ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് അല്ലെ? അതായത് നമ്മൾ ഇതേ പോകുന്നു അല്ലെ? അപ്പോൾ ഇത് ഈ 3 ആക്സിസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പേന ഒരു ആക്സിസ് മറ്റു 2 റെഡ് ലൈൻ കാണിച്ചത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ നമുക്ക് ഏത് തിയറം കൊടുക്കാൻ പറ്റും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? പെർപെൻഡിക്കുലർ ആക്സിസ് പറയുന്നത് എന്താണ്? I z equal to ix plus iy. I z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് ix. ix ഇത് ix ഇത് iy കൊടുക്കുക. iz equal to ix എന്ന സാധനം തന്നെയാണ് mr²/4 പ്ലസ് mr²/4. കാരണം രണ്ടും ഡയമീറ്റർ പോകുന്നതല്ലേ? അപ്പൊ ഒന്നിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്തത് അത് തന്നെ ആയിരിക്കത്തില്ലേ? അപ്പൊ mr²/4 പ്ലസ് mr²/4 എന്നിട്ടും mr²/2. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയിൽ നോക്കിയിട്ട് പോവുക. ഓക്കെ ആണല്ലോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.